Assalamualaikum. I'm Saliha and welcome back to my YouTube channel. അപ്പോൾ ഞാൻ കുറേ കാലമായി ഇപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഇവിടെ റുട്ടീനൊക്കെ ഒന്ന് റെഡിയായി വരാൻ കുറച്ച് ടൈം എടുത്തു. അതാണ് വീഡിയോസൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ നാട്ടിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര അൺപ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യായിരുന്നു. ഭയങ്കര ലേസിനെസ് അങ്ങനെയൊക്കെ ആയിട്ട് ലേറ്റായിട്ട് ഉറങ്ങുക, ലേറ്റായിട്ട് എണീക്കുക, ഒരു റുട്ടീനില്ലാത്തൊരു ലൈഫായിരുന്നു ഒരു 1.5 മന്ത്. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒന്ന് ചേഞ്ചൊക്കെ വരുത്താമെന്ന്. അപ്പോൾ സ്ലോലി ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനൊക്കെ സെറ്റ് ചെയ്തു. എണീറ്റ് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, പിന്നെ അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ അന്ന് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് റെഡിയാക്കുക. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ബിക്കോസ് ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ മിസ്സാവലുണ്ട്. എന്തെങ്കിലും വാങ്ങാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കെപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് രാവിലെ തന്നെ എഴുതി വെക്കുന്നത് കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയുന്നുണ്ട്. അതും രാത്രി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് എന്നുള്ളത് നോക്കി ടിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഫീൽ ചെയ്യാറ്. പിന്നെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പോയി ഫ്രഷ് ആവും. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറ്. ഈ നമ്മുടെ ബെഡും അതുപോലെ ബെഡ്റൂമൊക്കെ ഒന്ന് നീറ്റായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. പിന്നെ റീസെൻ്റ്ലി എനിക്കൊരു കുർത്ത വാങ്ങിയിരുന്നു. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് നോക്കുകയാണ്. അതിന് മാച്ചായിട്ടുള്ള ഷോള് ഇനി പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുമല്ല ഇതൊരു ഫ്ലെയറി ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഇതിന് മാച്ചായിട്ടുള്ളൊരു പലാസോ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ ഈ ഒരു കുർത്ത ഞാൻ മിയോറയിൽ നിന്നാണ് വാങ്ങിയത്. അതെൻ്റെ ഉമ്മൻ്റെ സിസ്റ്ററിൻ്റെ പേജ് തന്നെയാണ്. അപ്പം അവരുടെ വീട്ടിൽ പോയപ്പോൾ ഈ ഒരു കുർത്ത കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഫിറ്റാണ്. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പലാസോ. ഇത് ഈ ഒരു കുർത്തയ്ക്ക് നല്ല മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാക്സിൽ പോയപ്പോൾ എനിക്ക് ഈദിന് രാവിലെ കുളിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിരുന്നു. അപ്പോൾ അതാണിത്. നമ്മൾ പിന്നെ കസിൻസൊക്കെ വീട്ടിൽ വരുമ്പം ആ ഒരു ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഈദിൻ്റെ മെയിൻ ഡ്രസ്സ് ഇടാറുള്ളൂ. പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് ലോണ്ട്രീസൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വാർഡ്രോബിലേക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ വാർഡ്രോബിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുർത്തീസും അങ്ങനത്തതൊക്കെ ഇങ്ങനത്തെ ഒരു ഓർഗനൈസറിലാണ് വെക്കാറ്. അതാകുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ബാക്കിയുള്ള ഡ്രസ്സ് എല്ലാം കൂടി വീഴില്ല. ഈ ഒരു ഓർഗനൈസർ നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഡ്രസ്സസും ഇതിൽ ഫിറ്റാവും. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്ത ഡ്രസ്സസൊക്കെ ഇതിലേക്ക് ആക്കി വെക്കാണ്. ഞാനിത് ഇങ്ങനത്തെ ഒരു 6 പീസ് സെറ്റാണ് വാങ്ങിയത് ആമസോണിൽ നിന്നും. നമ്മൾ ആമസോണിൽ ജസ്റ്റ് നമ്മുടെ വാർഡ്രോബ് ഓർഗനൈസേഴ്സ് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇത് ഞാൻ എൻ്റെ വാർഡ്രോബിൽ എങ്ങനെയാണ് വെക്കാറ്. ഇനി ഇതിനകത്തുനിന്ന് ഒരു ഡ്രസ്സ് എടുക്കണം എന്നുള്ളപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലാത്ത രീതിയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് മിഡിലുള്ള ഒരു ഡ്രസ്സ് എടുക്കുമ്പം മുകളിലുള്ള ഡ്രസ്സൊക്കെ താഴെ വീണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചതൊക്കെ വെറുതെ ആവും. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ മോള് ഉമ്മൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഉമ്മ എന്നെ വിളിച്ചു അതിനിടയ്ക്ക്, നല്ല ഉറക്കമുണ്ട് ആൾക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വേഗം ഫീഡ് ചെയ്ത് ആളെ ഉറക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടൊന്ന് ളുഹർ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച്. നെയ്ച്ചോറ്, ബീഫ് സ്റ്റ്യൂ, പിന്നെ ഐറ്റംസൊക്കെയാണ്. ഈവനിങ് ആയപ്പോൾ ഞാൻ എനിക്കും സിസ്റ്ററിനും വേണ്ടിയിട്ട് കോഫിയൊക്കെ ആക്കി. പിന്നെ രാത്രി ഞാനൊരു 10 o'clock ആകുമ്പോഴാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോവാറ് മോളെയായിട്ട്. അപ്പോൾ ഞാനൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയതിന് ശേഷം അന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തതെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ടിക്ക് ചെയ്യും. പിന്നെ അതിന് ശേഷം മോളൊക്കെ ഉറക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് ഇരിക്കും. ഇത് ഫോണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിൽക്കുന്നതിനേക്കാളും ബെറ്റർ ബുക്ക് വായിക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോളൊന്ന് എണീച്ചു. പിന്നെ ഞാൻ കുറേ ഉറക്കാൻ നോക്കിയിട്ടൊന്നും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുത്തിയതാണ്. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ.